മിഥുവിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾഡ് ആയിരുന്നു. ഒരുപാട് നമ്മൾ ഓവർ ഡൂ ചെയ്തില്ലേ പ്രാവശ്യം, ദാറ്റ് ഈസ് അപ്രീഷിയബിൾ. പക്ഷെ എന്നാലും പാട്ടിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. അനുപല്ലവിയുടെ പോർഷനിലൊക്കെ പിച്ചിങ് പ്രോബ്ലം, ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ചെറിയ ഷിവറിങ് പോലെ വരുന്നുണ്ട് ശബ്ദത്തിൽ, കുറച്ചൊരു വിറയൽ പോലെയൊക്കെ. അതൊക്കെ മാറ്റാമായിരുന്നു. പിന്നെ അതന്നെ സിംഗിങ് വോയിസ് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നെന്ന് തോന്നി എനിക്ക്. ഓക്കെ, അല്ലാണ്ട് പ്ലസൻ്റൊക്കെയാണ് ആൾ, സ്റ്റേജിൽ പ്ലസൻ്റാണ്. ദാറ്റ്സ് ഓൾ. മിഥു ടെൻസ്ഡ് ആണോ ഈ പാട്ട് പാടുമ്പം? വലിയ ടെൻഷനൊന്നുമില്ല, ഇത്തിരി ടെൻഷനില്ലായിരുന്നു. ഓക്കെ, കാരണം എനിക്ക് ഫീൽ ചെയ്തത് എന്തോ ടെൻഷൻ കാരണം യു ആർ
സംതിങ് ഈസ് ബോദറിങ് യു പാടുന്ന സമയത്ത് എനിക്കെന്തോ മിതു ഫോക്കസ്ഡ് അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ബ്രീത്തിങ് വാസ് റിയലി നോട്ട് അണ്ടർ കൺട്രോൾ. പലയിടത്തും വരുന്ന സമയത്ത് യു വർ ഗ്യാസ്പിങ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ടെൻസ്ഡ് ആയിരുന്നോ? കാരണം ഇടയിൽ സാധാരണ ഗ്യാസ്പിങ് കൂടുമ്പോഴാണ് നമ്മളുടെ ബ്രീത്തിങ് കൈവിട്ട് പോകുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു വെറൻറ്റ് റിയലി മൂവിങ് അറൗണ്ട് ഓർ എനിത്തിങ്, ഐ മീൻ അബ്നോർമലി മൂവിങ്. കുറച്ച് ചെറിയ മൂവ്മെൻറ്റ്സ്, അത് ആ ഒരു മൂവ്മെൻറ്റ്സ് കാരണം ബ്രീത്തിങ് റേറ്റ് കൂടേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പല്ലവിയിൽ ഹവവ സംഗതികൾ വരേണ്ട സ്ഥലത്ത് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് നോട്ട് ക്ലീൻ. അതായത് ചെറിയ സംഗതീസ് ചില സ്ഥലത്ത് കൈവിട്ട് പോയിരുന്നു. ആൻഡ് നമ്മൾ മിഥുവിൻ്റെ അടുത്ത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് പറയുന്നൊരു കാര്യമുണ്ട് വൈദ്യർ. അതായത് ഒരു ലൈൻ എൻഡ് ചെയ്യുന്ന സമയത്ത് ആ വെരി എൻഡിങ്ങിൽ പോയിട്ട് പിച്ച് ഫ്ലാറ്റ് ആവും. ഈ പ്രോബ്ലം ഞാൻ ഈ പ്രാവശ്യം മിഥു പാടിയപ്പം അനുപല്ലവിയിൽ ശ്രദ്ധിച്ചു. യൂഷ്വലി പാട്ടിൻ്റെ നമ്മൾ ഇഫ് ദർ വാസ് സോ മച്ച് ഓഫ് ഡാൻസ് ഇൻവോൾവ്ഡ് ഇൻ ദ സോങ് ഐ വുഡൻറ്റ് ബി ടെല്ലിങ് ഓൾ ദിസ്. കാരണം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പെർഫോമർ ഇസ് ഡൂയിങ് സംതിങ് എൽസ്. അപ്പം ഓക്കെ, ദാറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ വെൻ യു ആർ നോട്ട് മൂവിങ് മച്ച് വി എക്സ്പെക്ട് എ ക്ലിയർ സോങ്. അപ്പോൾ സിംഗിങ് വൈസ് യു നോ ദ സോങ്, പാട്ട് ശരിക്കും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ഫൈൻനെസ് കുറവ് മാത്രം എനിക്ക് തോന്നിയിരുന്നു. അതർവൈസ് ഐ തിങ്ക് യുവർ ഡ്രസ്സിങ് ഇസ് ഗുഡ്, ദ വേ യു ഹവ് ഇംപ്രസ്ഡ്, ഐ മീൻ യു ഹവ് പ്രസൻറ്റഡ് യുവർ സെൽഫ് ഇസ് വെരി ഇംപ്രസീവ്. പക്ഷേ ജസ്റ്റ് ബി ലിറ്റിൽ മോർ കെയർഫുൾ വിത്ത് ദ സോങ്, എസ്പെഷ്യലി വിത്ത് ബ്രീത്തിങ്. ബിക്കോസ് ഇത് എല്ലാ സമയവും വി ഷുഡൻറ്റ് ബി ടെല്ലിങ് ദിസ്. അൽഫോൺസ്, യു ഹാവ് ടു ബി ലിറ്റിൽ മോർ കീൻ ഓൺ ഗിവിങ് ദി റൈറ്റ് കൈൻഡ് ഓഫ് ടിപ്പ്. കാരണം മിഥുന് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് എനിക്ക് ഫീൽ ചെയ്താണ് ബ്രീത്തിങ് പ്രോബ്ലം. ഇപ്പോഴും ഈ പാട്ടിലും ശരിക്കും ഓരോ വാക്കിൻ്റെ ഇടയിൽ ഐ കുഡ് ഹിയർ ഹർ ബ്രെത്ത് ഇൻ ദ സ്പീക്കർ. അതുകൊണ്ട് സംതിങ് ഷുഡ് ബി ഡൺ ടു ഗെറ്റ് ദാറ്റ് കംപ്ലീറ്റ്ലി ക്ലിയർ. മാത്രമല്ല ടോട്ടൽ സിംഗിങ് കുറച്ചുകൂടെ പോളിഷ്ഡ് ആവാൻ തോന്നുന്നല്ലേ? ഈ അതാ ഞാൻ പറഞ്ഞത്, ഫൈൻനെസ് മാത്രമേ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു വലിയൊരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഐ വോണ്ട് സേ ഇറ്റ്സ് ആവറേജ്, ഇറ്റ്സ് എബവ് ആവറേജ്, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ആ ഒരു പ്രൊഫഷണൽ ടച്ച്, അതിൻ്റെ ഒരു ചെറിയൊരു കുറവ് എനിക്ക് തോന്നി. You look very pretty now. Thank you. And എനിക്ക് മിഥുവിൻ്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. I've always liked your voice. ഞാൻ ആദ്യത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ വളരെ എനിക്ക് തോന്നുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദമാണ് ഓരോ വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും. ആൻഡ് യുവർ വോയിസ് വെരി സ്വീറ്റ്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പാടുന്ന ശബ്ദം അതേ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഐ റിയലി ലൈക്ക് യുവർ വോയിസ്. ആൻഡ് ലാസ്റ്റ് ടൈം ജോബിന് കൂടെ മിഥു പെർഫോം ചെയ്തപ്പോൾ ഉള്ളൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ലേ, ഒരു പെർഫോമൻസ്. ഐ ടോൾഡ് യു പെർഫോംഡ്. That I felt somewhere. So you concentrate on all the points and focus on the positive. അല്ലാണ്ട് ഒരു ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ don't go down. അതൊരു ചാലഞ്ചായിട്ട് എടുത്ത് യു റൈസ് അബവ് ദാറ്റ്. ഓക്കെ, പെർഫോമൻസ് ലെവലിൽ ഈ ഒരു പെർഫോമൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. സിംഗിങ് ലെവലിൽ പല്ലവി കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു പാടി തുടങ്ങിയപ്പോൾ. അനുപല്ലവിയിൽ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ പിച്ചിൻ്റെ വേരിയേഷൻസ്, ചെറിയൊരു വിറയൽ, അത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ദീപ് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എന്തോ ഒരു ടെൻഷൻ പിടികൂടിയിട്ടുണ്ട്, അതായിരിക്കണം. അപ്പോൾ അത് അങ്ങനെ ടെൻഷൻ പിടിക്കാൻ പാടില്ല. നമ്മളങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് ഓർക്കുന്നില്ലേ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. സൈലൻ്റായിട്ടിരുന്ന് ഡീപ്പ് ബ്രെത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷൻസും അതോടുകൂടി പുറത്തേക്ക് കളയും. പോസിറ്റീവായിട്ടുള്ള അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. അപ്പോൾ അത് നമ്മൾ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 minutes എങ്കിലും നമ്മളിതിനു വേണ്ടി മാറ്റി വയ്ക്കണം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ടെൻഷനോ എന്തെങ്കിലും ഇതുകളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ നമ്മളുടെ പെർഫോമൻസ് പ്ലേസിലേക്ക് വരാനായിട്ട്. ഇവിടെ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കരുത്. ഇവിടെ നമ്മളുടെ ആ പെർഫോമൻസും നമ്മളുടെ ആ ക്രൗഡ്, അതാണ് നമ്മളുടെ മുമ്പിൽ. അവരെ നമ്മൾ മാക്സിമം എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരിക്കലും നമ്മളുടെ സോങ്ങിനെ അത് ബാധിക്കാനായിട്ട് ഇടയാകരുത്. എനിക്കും തോന്നിയായിരുന്നു എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ അത് പ്രത്യേകം പറഞ്ഞപ്പോൾ എനിക്കത്, നമ്മൾ ഒരു കോൺസേർട്ടിന് പോവുകയാണെങ്കിൽ സോ മെനി പ്രോബ്ലംസ് വിൽ റൈസ് അപ്പ്. അതിപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ മൂഡ് നമ്മളെ സിംഗിങ്ങിനെ ഡോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, അഫ്കോഴ്സ് സിംഗിങ് ഈസ് വെരി ഇമോഷൻ ബേസ്ഡ്. തീർച്ചയായിട്ടും നമ്മളുടെ മൂഡിനെ ബേസ് ചെയ്യും. പക്ഷേ വി ഹാവ് ടു ഹാവ് എ വെരി സ്ട്രോങ് കൺട്രോൾ ഓവർ ആ മൂഡ്. അത് അങ്ങനെ ആയാൽ മാത്രമേ നമുക്കിപ്പം ഒരു പാട്ട് പാടുന്ന, ഇപ്പം കഴിഞ്ഞ പെർഫോമൻസിൽ കുറച്ച് നെഗറ്റീവ്സ് പറഞ്ഞു.
അപ്പോഴേക്ക് ഒരു പാട്ട് വരുമ്പോഴേക്കും ഇറ്റ്സ് സ്റ്റാർട്ടഡ് ഷോയിങ് ഓൺ ദ സോങ്. ഞാൻ പറയുന്നത് ഒരു കോൺസേർട്ട് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നാൽ, വെൻ യു ആർ എ സോളോ ആർട്ടിസ്റ്റ്, വെൻ യു ബിക്കം എ സൂപ്പർ സ്റ്റാർ, ഒരു കോൺസേർട്ട് ചെയ്യേണ്ടി വന്നാൽ ഇനീഷ്യലി ക്രൗഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റെസ്പോൺസ് വന്നാൽ ഇറ്റ് ഷുഡൻറ്റ് എഫക്റ്റ് യു. എനിക്ക് അതിന് ഐ തിങ്ക് അൽഫോൺസ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. അൽഫോൺസിന് ഓർമ്മയുണ്ടോ, നമ്മൾ ദുബായ് കോൺസേർട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തത്. സ്റ്റേജിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പേ അൽഫോൺസ് വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. ഓർമ്മയില്ലേ? സംബടി അൽഫോൺസിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അൽഫോൺസ് വാസ് കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ്. പക്ഷേ ഐ തോട്ട് അൽഫോൺസ് വുഡ് മെസ് അപ്പ് ദ ഷോ. പക്ഷേ സ്റ്റേജിൽ കയറുമ്പം ദിസ് മാൻ വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് മാൻ ഓൺ സ്റ്റേജ്. അപ്പം ഐ റിയലി അപ്രീഷിയേറ്റഡ് ഹിം. അപ്പം അങ്ങനത്തെ അൽഫോൺസ് കൊടുക്കുന്ന ഒരു അഡ്വൈസ് യു ഷുഡ് ടേക്ക് ഇറ്റ് വെരി സ്ട്രോങ്, ബിക്കോസ് ഹീ നോസ് ദ ബെസ്റ്റ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീപ് ബ്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ബ്രീത്തിങ് പറയുന്നത് തന്നെ മെയിൻലി ഇസ് ടു കൺട്രോൾ നമ്മളുടെ ഇമോഷൻസ്. വെൻ യു ആർ ഹേർട്ട് യുവർ ബ്രീത്തിങ് ഇസ് ഫാസ്റ്റർ, വിച്ച് മീൻസ് യു ടെൻഡ് ടു ഗ്യാസ്പ്. അങ്ങനെ നമ്മൾ ശ്വാസം മുട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് അൽഫോൺസ് പറഞ്ഞ ടേക്ക് ഡീപ് ബ്രെത്ത്സ്. അപ്പോൾ നമ്മളുടെ ബ്രീത്തിങ് വി ആർ കൺട്രോളിങ്. ഇതൊക്കെ ഇറ്റ്സ് ടെക്നീക്സ് ടു ഗെറ്റ് യു പെർഫോം വെൽ. അതുകൊണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ബ്രീത്തിങ് വഴി യു ക്യാൻ കൺട്രോൾ സോ മച്ച് ഓഫ് യുവർ സിംഗിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.